തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിച്ചതോടെ മുന്നണികൾക്ക് ഇനി നിർണായകമായ ഒരു പകൽ മാത്രം. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് വയനാട് ജില്ലയിൽ ഇടത് വലത് മുന്നണികൾ. 2 മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിച്ചതോടെ ജില്ലയിൽ മുന്നണികൾക്ക് ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഒരു പകൽ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്നലെ നടന്ന പരസ്യപ്രചരണത്തിന്റെ കലാശക്കൊട്ടിൽ വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും മുന്നണികൾ ഒപ്പത്തിനൊപ്പം എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ജില്ലയിലെ ഏക VIP മണ്ഡലമായ മാനന്തവാടിയിൽ മന്ത്രി PK ജയലക്ഷ്മി റോഡ് ഷോയുമായി രാവിലെ മുതൽ തന്നെ സജീവമായിരുന്നു. മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി K മോഹൻദാസും റോഡ് ഷോയുമായി നിറഞ്ഞു നിന്നു. CK ജാനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച സുൽത്താൻ ബത്തേരിയിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കൽപ്പറ്റയിലായിരുന്നു ഇക്കുറി ഏവരും ഉറ്റുനോക്കിയത്. ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ UDF സ്ഥാനാർത്ഥി MV ശ്രേയാംസ്കുമാറിന്റെയും LDF സ്ഥാനാർത്ഥി CK ശശീന്ദ്രന്റെയും അവസാനവട്ട പരസ്യപ്രചരണത്തിനായി 100 കണക്കിന് പ്രവർത്തകരാണ് കൽപ്പറ്റ നഗരത്തിലിറങ്ങിയത്. വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളിലൂടെ കൽപ്പറ്റ നഗരം അക്ഷരാർത്ഥത്തിൽ ഇരു മുന്നണികളും ഇളക്കിമറിച്ചു. പതിവിന് വിപരീതമായി BJPയും അവസാനവട്ട ശക്തി പ്രകടനത്തിൽ മികച്ചു നിന്നു. പരസ്യപ്രചരണം അവസാനിച്ചതോടെ മുന്നണികൾ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പഞ്ചായത്തുകൾ തിരിച്ചുള്ള കണക്കെടുപ്പിലൂടെ എതിർ സ്ഥാനാർത്ഥിക്ക് മേൽക്കൈയുള്ള പഞ്ചായത്തുകളെ തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലൂടെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. എന്തായാലും തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വയനാട് ജില്ല ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. റിപ്പോർട്ടർ, വയനാട്.